ആറന്മുള പോലീസേ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണിപ്പോൾ. CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം കാര്യമായിട്ട് മുന്നിലേക്ക് പോകുന്നുണ്ട് ഇപ്പോഴും എന്നാണ് നമുക്കറിയാൻ പറ്റിയത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അന്വേഷണം? അതൊന്ന് കാണാം. ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് സംഭവം. വഴിയിൽ വെച്ച് കളഞ്ഞു കിട്ടിയെന്ന് വിശദീകരണവുമായി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ശ്രീലക്ഷ്മി ജുവലറിയിലേക്ക് ഓടിക്കയറി വന്നത്. കുട്ടിയെ കണ്ടാൽ അറിയാമോ? കുട്ടിയെ കണ്ടാൽ ഏകദേശം ഒരു രൂപമുണ്ട് സാർ. തിരക്ക്, കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അന്നേരം ഒരു 4 മണി കഴിഞ്ഞ് 4:30 അടുപ്പിച്ച് ഒരു കുട്ടി ഓടി വന്ന് നിങ്ങളെ ഒരു മാല റോഡിൽ കിടന്ന് കിട്ടി, ഇത് തേണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോയി. നമ്മളെ അവിടെ നില്ല, നിൻ്റെ നമ്പർ എന്താ, ആളെ ഉടമസ്ഥരെ കൂടെ അന്വേഷിച്ച് വരുമ്പോൾ കൊടുക്കുമ്പോൾ നിന്നെ ഒന്ന് അറിയിക്കണ്ടായോ? വേണ്ട അതൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കുട്ടി എളുപ്പം ബസ്സിൻ്റെ തിരക്കാണെന്നോ എന്താണെന്ന് അറിയത്തില്ല, അങ്ങ് പോവുകയും ചെയ്തു. വൈകുന്നേരം ജ്വല്ലറി പൂട്ടിയ അനിൽകുമാർ ആറന്മുള സ്റ്റേഷനിലെത്തി. സ്വർണ്ണമാല കൈമാറി. ആരെങ്കിലും തേടിയെത്തുമെന്ന വിശ്വാസത്തിൽ പോലീസും കാത്തിരുന്നു. പ്രതീക്ഷ തെറ്റിയില്ല. ചെറുകോൽ കിഴക്കേപ്പുരയിൽ അഞ്ജലിയുടേതാണ് സ്വർണ്ണമാല. കൊട്ടാരക്കരയിൽ ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് മാല നഷ്ടപ്പെടുന്നത്. എപ്പോഴറിഞ്ഞു മാല പോയ കാര്യം? 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. അപ്പോഴാണ് അറിയുന്നത് മാല നഷ്ടമായെന്ന്. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഞാൻ അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് കോഴഞ്ചേരി സ്റ്റാൻഡിലോട്ട് പോയി. അവിടുന്ന് അവിടെയുള്ള ആ കണ്ടക്ടറിനെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ വന്ന ബസ്സിലെ അവരുമായിട്ടൊന്ന് കണക്ട് ചെയ്തു. അതിന് തൊട്ട് മുമ്പുള്ളത് വണ്ടിയിൽ തിരക്കാൻ വേണ്ടി എൻ്റെ അച്ഛനെ ഞാൻ പത്തനംതിട്ട സ്റ്റാൻഡിലോട്ട് വിട്ടു. അവിടെ അവരുടെ ഇതിൽ ബസ്സിൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ഞാൻ പത്തനംതിട്ട ഇറങ്ങുന്നിടം വരെ മാല ഉണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേന്ന് ഇന്ന് രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അപ്പോഴാണ് ഞാൻ ചെന്നപ്പോഴേ സാർമാർ പറഞ്ഞു താലിമാലയാണോ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു മൊമെൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് വളരെ സന്തോഷം, സമാധാനമുണ്ട്. ആ കുഞ്ഞിന് ഒരുപാട് സന്തോഷം. ആരെ വളർത്തിയ ആ പേരൻസിനും ഒത്തിരി സന്തോഷമുണ്ട്. കണ്ടാൽ എനിക്ക് സന്തോഷമായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പരാതി നൽകാനെത്തിയ അഞ്ജലി സ്റ്റേഷനിൽ നിന്നിറങ്ങിയത് പുഞ്ചിരിയോടെയാണ്. സ്വർണത്തിന് വിലയേറി വരുന്ന കാലത്ത് വഴികരിയിൽ നിന്നും കിട്ടിയ മാല ഉടമയ്ക്ക് തിരികെ കിട്ടാൻ സഹായകരമായി പ്രവർത്തിച്ച കുട്ടിയെ കാണാനിരിക്കുകയാണ് അഞ്ജലിയും. കണ്ടുകിട്ടിയാൽ ഒരു സമ്മാനമുണ്ട്. എന്താണ് ആ സമ്മാനം? അതെന്താണെന്നറിയില്ല. പക്ഷേ എന്തെങ്കിലും കുഞ്ഞാണെങ്കിൽ ചോക്ലേറ്റ്സോ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്നാഗ്രഹമുണ്ട്. പോലീസ് അന്വേഷണത്തിന് നല്ല ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അജ്ഞാതയായ ആ പെൺകുട്ടിക്കായി സ്നേഹത്തിൽ പൊതിഞ്ഞ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. സതീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ തന്നെ നമ്മുടെ കൂടെയുണ്ട്. അഭിലാൽ, നല്ലൊരു കാര്യം തന്നെയാണല്ലേ, സ്കൂൾ വിദ്യാർത്ഥിനിയാണ് എന്നാണ് അറിയുന്നത്. അപ്പോൾ ആ കുട്ടിയെ ഇത് കേട്ടപ്പോൾ ആ കുട്ടിയെ എത്രയും വേഗം അഞ്ജലിക്ക് കാണാനാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ റിപ്പോർട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയും ആ വീട്ടുകാരും എത്രയും പെട്ടെന്ന് അഞ്ജലിയുടെ മുന്നിൽ എത്തട്ടെ. ഒപ്പം അത് ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലീസും തിരയുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം അത് ഇരട്ടിക്കുന്നുണ്ട്. അവരും വീണ്ടും കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മാലയൊന്ന് തിരികെ കൈ കൊടുത്ത് എന്ന് പറഞ്ഞ് ആ പണി അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല. സാമാന്യ തിരക്കുള്ള സമയത്തായിരുന്നു പെൺകുട്ടി മാലയുമായി എത്തിയത്. വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജ്വല്ലറി ഉടമയെ ഏൽപ്പിച്ച് പെൺകുട്ടി കടന്നു പോവുകയാണ് ഉണ്ടായത്. പേരോ വിലാസമോ ചോദിച്ചെങ്കിലും നൽകാൻ തയ്യാറാകാതെ പെൺകുട്ടി പോവുകയാണ് ഉണ്ടായത്. കിട്ടിയ സ്വർണ്ണമാണ് എന്ന് ആദ്യം ജ്വല്ലറി ഉടമ ഉറപ്പിച്ചു. പിന്നീട് തൂക്കി നോക്കിയപ്പോൾ 1 പവനിലധികമുണ്ട് തൂക്കം. അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ ഇപ്പോഴത്തെ വിപണി വിലയിൽ 1 ലക്ഷത്തിനടുത്ത് വില വരുന്ന താലിമാലയാണ് കിട്ടിയതെന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെ പിന്നീട് രാത്രി തന്നെ ആറന്മുള പോലീസിൽ ഏൽപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ പരാതിയുമായി അഞ്ജലി സ്റ്റേഷനിലെത്തി മാലയുമായി മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഉടമയ്ക്ക് തന്നെ മാല തിരികെ കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി ജ്വല്ലറി ഉടമയുടെ കയ്യിലേക്ക് മാല നൽകിയ പെൺകുട്ടി ആരായിരിക്കും? CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ജ്വല്ലറിയിൽ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പതിയുമെന്ന് കരുതിയിരുന്ന CCTV ക്യാമറ പ്രവർത്തനരഹിതമാണ്. അതിനാൽ തന്നെ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ സമീപ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ശരിയാണ്. ഇപ്പോൾ നല്ലൊരു പ്രവൃത്തി തന്നെയാണല്ലേ ആ സ്കൂൾ കുട്ടി ചെയ്തതും. ആരാണ് എന്ന് അറിയത്തില്ല. ആരാണെങ്കിലും ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഇപ്പോൾ എനിക്കൊരു ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട്.
ചെറുതോ വലുതോ എന്നുള്ളതല്ല, നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്.